ഗ്രാഫ്സ് എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ കുറച്ച് ദിവസമാണ് ഇനി എക്സാമിനുള്ളത്. അപ്പോൾ ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ ആയിട്ട് നിങ്ങൾ ഈ ഗ്രാഫ്സിനെ കണ്ടാൽ മതി. ഈ ടോപ്പിക്കിനെ നമ്മൾ ക്വിക്കായിട്ട് ഇന്ന് ഗ്രാഫിന്റെ ഒരു ചെറിയ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ കടക്കും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഏതുവരെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ വരെയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. സോ ഗ്രാഫിലേക്ക് കടക്കുന്നതിന് മുമ്പേ സ്ട്രെയിറ്റ് ലൈനിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആകെ ഇതിനകത്തുനിന്ന് വേണ്ട ഒറ്റ കാര്യം, ഒരു ലൈനെ കണ്ട അതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലൈന് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ലൈൻ എങ്ങനെയാണ് എക്സ് ആക്സിസുമായിട്ട്, ഇതാണല്ലോ എക്സ് ആക്സിസ് അല്ലേ, ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റയെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് അഥവാ എം എന്ന് പറയുന്നത്. ചരിവ് നിങ്ങൾക്കറിയാം, അത് ചരിവ് എന്താണെന്ന് അറിയാം. സോ നിങ്ങൾ പറയുമ്പോൾ ആ ചരിവ് പറയുമ്പോൾ ആക്ച്വലി എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ പറയാൻ. നോക്കിയാ ഈ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ്, കുത്തനെ മുകളിലേക്കല്ലേ അല്ലെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഐഡിയ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു കോൺസെപ്റ്റ്, ആ ഫിഗർ കണ്ടാലും സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റണം. അപ്പൊ ഈ ടാൻ തീറ്റ ആണെന്ന് ഞാൻ പറഞ്ഞു, സ്ലോപ്പ് എം ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്ലോപ്പിന്. അപ്പൊ ഈ സ്ലോപ്പ് എന്തായിരിക്കും, നിങ്ങൾ നോക്കിയേ, ഈ സ്ലോപ്പ് എക്സ് ആക്സിസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു മുകളിലേക്ക് കയറുന്ന പോലെയല്ലേ. അതായത് ഇവിടുന്നാണ് നിങ്ങൾ വരുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതൊരു ഇൻക്രീസിങ് സ്ലോപ്പ് അല്ലേ, മുകളിലേക്ക് കുത്തനെ കയറ്റമല്ലേ എന്ന് ഓർത്താൽ മതി. അപ്പം സ്ലോപ്പ് എന്തായിരിക്കും ഈ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ആംഗിൾ 90 ഡിഗ്രി താഴെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് സ്ലോപ്പ് പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു ഗ്രാഫിന്റെ നമ്മളൊരു സ്ലോപ്പ് ആണ് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത ഈ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാം, ഒബ്റ്റ്യൂസ് ആണ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഈ ആംഗിൾ അല്ലേ നമ്മൾ മെഷർ ചെയ്യുക, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി കൂടുതലാണ്. അപ്പൊ ടാൻ 90 പ്ലസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ വരിക. അത് നെഗറ്റീവ് ആയിരിക്കും വാല്യൂ. അപ്പൊ ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും, എം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. അത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ തീറ്റ മെഷർ ചെയ്യുമ്പോൾ അല്ലെ, ടാൻ തീറ്റ തന്നെയാണ് സ്ലോപ്പ്. ഓക്കെ, ഇവിടുത്തെ തീറ്റ ഏതാണോ അതാണ് സ്ലോപ്പ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂ, ഇതിപ്പോ 135 ഡിഗ്രി എന്ന് അവർ പറയാം. എത്രയാണ്, 135. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ എത്രയാ, 180 ഡിഗ്രിയാ. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 135, അത് 45 ഡിഗ്രിയാണ്. അപ്പം നിങ്ങൾ മെഷർ ചെയ്യുന്ന ആംഗിൾ ഇതാണ് മെഷർ ചെയ്യേണ്ട ആംഗിൾ, ശരിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ആംഗിൾ എടുത്താൽ മതി. ഈ ആംഗിൾ ഞാൻ ആൽഫ എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, ഒബ്റ്റ്യൂസിന്റെ കേസിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ 135 എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, മൈനസ് ടാൻ ആൽഫ എടുത്താൽ മതി. അതായത് നിങ്ങൾക്കറിയാം ടാൻ തീറ്റയാണ് എന്തെന്ന്, സ്ലോപ്പ് എന്ന്. പക്ഷെ നിങ്ങൾക്ക് തീറ്റ എടുക്കുന്നതിന് പകരം ഇവിടെ ആൽഫ എടുത്തിട്ട് എന്ത് കൊടുത്താൽ മതി, നെഗറ്റീവ് കൊടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു കൺവേർഷൻ, ഞാൻ ആ ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്കും ട്രിഗണോമെട്രിയുടെ ബേസിക് കൺവേർഷൻ അറിയാമെങ്കിൽ അല്ലെ, ടാൻ 180 മൈനസ് എന്നുള്ള രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരുന്ന ബേസിക് ഐഡിയ അറിയാവുന്നവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് ആ മനസ്സിലായി കാണും ആ മൈനസ് ടാൻ ആൽഫ എങ്ങനെ വന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പോയാൽ ഞാൻ ട്രിഗണോമെട്രിയുടെ ബേസിക് കൺവേർഷൻ ഒക്കെ പറയേണ്ടി വരും. സോ എം ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ആൽഫ എടുത്താലും മതിയെന്ന്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. അപ്പൊ നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ 135 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ എന്തെടുത്താൽ മതി, അത് ചെയ്തു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും, 45 ഡിഗ്രി ആണ് ഇവിടുത്തെ ആൽഫ എങ്കിൽ എമ്മിനെ എങ്ങനെ എഴുതാം, മൈനസ് ടാൻ ആൽഫ എന്ന് എഴുതാം. ഇത് ടാൻ തീറ്റ എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇത് മൈനസ് ടാൻ ആൽഫയാണ്, മൈനസ് ടാൻ 45. സോ മൈനസ് ടാൻ 45 എന്ന് പറഞ്ഞാൽ മൈനസ് എത്രയാണ്, 1 ആണ്. ഓക്കെ, സോ മൈനസ് 1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതിനർത്ഥം എന്താ, നെഗറ്റീവ് ആണ്, സ്ലോപ്പ് നെഗറ്റീവ് ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ, സംശയം. അപ്പൊ ഈ കേസിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് ഓർക്കാം. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ എക്സ് ആക്സിസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എക്സ് ആക്സിസ് കമ്പയർ ചെയ്ത് നിങ്ങൾ പറയണം. ഓക്കെ, എക്സ് ആക്സിസ് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്താ, ഡിക്രീസിങ് അല്ലേ, ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് എന്താണ്, ഡിക്രീസിങ് ആണ്. അപ്പൊ നേരത്തെ കേസിൽ ഇൻക്രീസിങ് ആയിരുന്നു, ഇപ്പൊ ഇത് എന്താണ്, ഡിക്രീസിങ് ആയിരുന്നു അല്ലേ. അപ്പം ഇതാണ് ആംഗിൾ എങ്കിൽ 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പം ഈ രണ്ട് ആൾക്കാരെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. രണ്ട് ലൈനിനെ, ഇങ്ങനെയാണ് ലൈൻ വരുന്നതെങ്കിൽ, ഇതാണ് ആക്സിസ് എങ്കിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ, പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും,
നെഗറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇതാണ് എനിക്ക് ഇവിടുന്ന് ബേസിക്കലി നിങ്ങൾക്ക് ഫിസിക്സിൽ ഇവിടെ വൺ ഡയമെൻഷൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ട രണ്ട് കോൺസെപ്റ്റുകൾ. ഓക്കെ, സോ അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ പറയാം, ഈ രണ്ടിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇത് y ആക്സിസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഡിക്രീസിങ് ആണ്, താഴേക്കാണ്. സോ ഡിക്രീസിങ് ആണ് രണ്ട് കേസ്. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എടുക്കേണ്ടത് ആൽഫ ആയിരിക്കും അല്ലെ. m ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ, ഈ വാല്യൂ അല്ല എടുക്കേണ്ടത്, മൈനസ് എടുത്ത സ്ഥിതിക്ക് ഈ വാല്യൂ എടുത്താൽ മതി, ടാൻ 60 ഡിഗ്രി. ഓക്കെ, ടാൻ 60 ഡിഗ്രി ആണ് അവിടെ വരുന്നത്. സോ ദി ആൻസർ ഈസ് -√3 എന്ന് വരും. അടുത്ത നിങ്ങൾക്ക് അറിയാവുന്നതാണ് m ഈസ് ഈക്വൽ ടു വരുന്ന മൈനസ് ടാൻ 45 എന്നാണ്, -1 എന്ന് വരും. ഓക്കെ, അപ്പം അടുത്തൊരു കേസ് ഇവിടെ നിങ്ങൾ നോക്കി, എക്സ് ആക്സിസിന് പാരലൽ, അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ m എന്ന് പറയുന്നത് ടാൻ 0 ആയിരിക്കും, ദ വാല്യൂ ഈസ് 0 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായി സ്ലോപ്പിന്റെ വാല്യൂ എന്തൊക്കെയാവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഓക്കെ, സ്ലോപ്പ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അറിയാം. y ഈക്വൽ ടു mx പ്ലസ് c ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ m എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം സ്ലോപ്പ് ആണ്. നിങ്ങൾ ആലോചിക്കണം ഇതെന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞ ടേമിലായിരിക്കും. ഇപ്പൊ എക്സ് സ്ക്വയർ എന്ന ടേമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പരാബോള ആവുന്നതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നിങ്ങൾ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് പറയും. എക്സ് എന്ന ടേമിലാണ് അല്ലേ, എക്സിന്റെ പവർ 1 ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ് ചാൻസ് കൂടുതൽ. സോ y ഈക്വൽ ടു mx പ്ലസ് c ആണ്. ഓക്കെ, സോ y പ്രൊപ്പോർഷണൽ ടു എക്സ് ആയിരിക്കും. y പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെങ്കിലാണ് എന്ത് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഓക്കെ, രണ്ടും ഏതായിരിക്കും? പവർ 1 ആയിരിക്കും, ഓർത്തോളുക. ഇനി നിങ്ങൾക്ക് പരാബോളയുടെ പല കേസുകളും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ് ഉൾപ്പെടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പരാബോള, സ്ട്രെയിറ്റ് ലൈൻ എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ അപ്പം y പ്രൊപ്പോർഷൻ ടു എക്സ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. y ഈക്വൽ ടു mx പ്ലസ് c ആണ് ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. m സ്ലോപ്പ് ആയിരിക്കും. ഇത് y എന്ന് പറയുന്ന y ആക്സിസിലെ കോർഡിനേറ്റ് y കോർഡിനേറ്റും x എന്ന് പറയുന്ന x കോർഡിനേറ്റ് ആയിരിക്കും. c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കടാ, ഇതാണ് ലൈൻ എന്നിരിക്കട്ടെ. നിങ്ങൾ ഇവിടെ നോക്കുക, നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് പറയാം. ഇതാണ് ലൈൻ എന്നിരിക്കട്ടെ. ഇതിപ്പം ഒറിജിനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഇതിവിടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇതാണ് y ഇന്റർസെപ്റ്റ്, അതായത് y-യിൽ അത് കടന്നു പോകുന്ന ഭാഗം. ആ അവിടേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി c എന്ന് പറയുന്നത്. ഇവിടെ c നെഗറ്റീവ് ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം y ഈക്വൽ ടു mx പ്ലസ് c-ക്കകത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയണം. y കോർഡിനേറ്റ് x കോർഡിനേറ്റ് ആണ്. m എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, c എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഇനി m എന്ന് പറയുന്ന പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആകാം. ഇനി y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടേ. ഒറിജിനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ y വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് ഇങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതിന്റെ c എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇങ്ങനെ കടന്നു പോകുന്നതാണെങ്കിൽ c എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ c എന്ന് പറയുന്നത് ആക്ച്വലി അത് y-നെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ആക്ച്വലി c എന്ന് പറയുന്നത്. c ഈസ് ഈക്വൽ ടു y ഇന്റർസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 3 കേസിലെ c വാല്യൂ ഒക്കെ ഒന്ന് പറയാമോ? ഇവിടെയാണിത്, ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് കട്ട് ചെയ്യുന്ന ലൈൻ എങ്കിൽ അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ c എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണെങ്കിൽ അതായത് ഒറിജിൻ ഈ ഒരു ഗ്രാഫിലെ ഒറിജിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നെഗറ്റീവ് അല്ലേ. അപ്പൊ ഈ കേസിലെ ഈ ലൈനുകളുടെ അല്ല, ഇത് ഏത് സ്ട്രെയിറ്റ് ലൈൻ ആയാലും c എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒറിജിൻ ഇതാണെങ്കിൽ ഇത് c പോസിറ്റീവ് ആയിരിക്കും, ഇത് c നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് y-യെ കട്ട് ചെയ്യുന്ന ഭാഗം y മുകളിലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയാം ഓരോ കേസിലും ഈ 3 ലൈനിന്റെ സ്ലോപ്പ്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഐഡിയ പെർഫെക്റ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോവാം, ചോദ്യങ്ങൾ ചെയ്യാം. നമുക്ക് വേണ്ട 1 ഡയമെൻഷന്റെ കോൺസെപ്റ്റുകൾ നമുക്ക് പറയാം. ഓക്കെ, ചെറിയ മാത്തമാറ്റിക്സിന്റെ ബേസിക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ നന്നായിട്ട് ഇതിൽ മനസ്സിലാകത്തുള്ളൂ. ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ പറയാം, ആദ്യത്തെ കേസിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇത് പറയടാ, ഇത് ഇങ്ങനെയാണ് പോകുന്നത് ആണോ? വിച്ച് മീൻസ് ഇത് ഉണ്ടാക്കുന്ന y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് അക്യൂട്ട് ആണ്, അതുകൊണ്ട് അത് സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് പറ, സ്ലോപ്പ് 0 ആണ്. ഇതെന്താണ്? ഡിക്രീസിങ് ആണ്. എക്സ് ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ സ്ലോപ്പ് എങ്ങനെയാണ്? ഡിക്രീസിങ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് പോസിറ്റീവ് ആണ്, ഇത് 0 ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് 0 ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു ലൈനിൽ ഇങ്ങനെ വന്നാൽ അല്ലെ, ഇങ്ങനെ വരുന്ന ആള് എന്തായിരിക്കും? ഡിക്രീസിങ് ആണ്. ഇനി ഇങ്ങനെ വന്നാൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ വന്നാൽ അത് അക്യൂട്ട് ആയിരിക്കും ആംഗിൾ ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്
0 നെഗറ്റീവ് 3 വാല്യൂസ് ആണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ വേണ്ടത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞ ഐഡിയ പക്കാ ക്ലിയർ ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അടുത്ത മാത്തമാറ്റിക്കലി വേണ്ട ബേസിക് ഒരു കാര്യം പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 1 ഡയമെൻഷന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പോകാം. ഇതാണ് നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാം. അതായത് ഒരു അപ്വേർഡ് പരാബോളയാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അപ്വേർഡ് പരാബോളയുടെ ഇക്വേഷൻ ഈ കേസിൽ വരിക y = ax² + bx + c എന്ന ഫോമിലേക്കാണ് ഇത് വരുന്നത്. ഇനി പരാബോളയുടെ ഇക്വേഷനോ ബേസിക് ഇക്വേഷനോ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം അതും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് വളരെയധികം കൂടും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു 1 ഇയർ കോഴ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സൈലന്റ് ലേണിംഗ് ആപ്പിൽ എന്ത് ചെയ്യാം, കയറി നോക്കാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് ആക്ച്വലി നമുക്ക് വേണ്ട, അതായത് ഇന്ന് നമ്മുടെ ഈ സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കാര്യമാണ്. ഇതൊരു അപ്വേർഡ് പരാബോളയാണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ വരിക y = ax² + bx + c ആണ്. അതായത് y പ്രൊപ്പോർഷണൽ ടു x² എന്ന ഫോമിലായിരിക്കും. y പ്രൊപ്പോർഷണൽ ടു x² ആണ്. x² ആകുമ്പോഴാണ് അത് കർവ് ആവുന്നത് അല്ലെ. നേരെ y പ്രൊപ്പോർഷണൽ ടു x എന്ന ഫോമിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ ജനറൽ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എടുക്കാം, y = എന്തെടുക്കാം, ax² + bx + c എന്നെടുക്കാം. ശ്രദ്ധിക്കണേ മക്കളെ, നന്നായി ശ്രദ്ധിക്കണേ. ഇതാണ് അപ്വേർഡ് പരാബോള, നിങ്ങൾക്ക് അറിയാം അല്ലെ, മൗത്ത് അപ്വേർഡ് ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ്. y = ax² + bx + c. ഇതിനെ ഞാൻ എന്ത് ചെയ്താൽ, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, പരാബോളയെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പരാബോളിക് ഇക്വേഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുക എന്തായിരിക്കും, അതിന്റെ ഫസ്റ്റ് ഡിഗ്രി ആയി. ബിക്കോസ് x² ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്നല്ലേ കിട്ടുക, x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. അപ്പൊ എന്തായി, 2x എന്ന് എനിക്ക് കിട്ടുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്തു, ഒരു ഫസ്റ്റ് ഡിഗ്രിയിലേക്ക്, അതായത് പ്രൊപ്പോർഷണൽ ടു y പ്രൊപ്പോർഷണൽ ടു x എന്ന ഫോമിലേക്ക് അത് മാറും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, നിങ്ങൾ നോക്കിയേ, 2ax + b എന്ന് മാറിയില്ലേ, മനസ്സിലായി. അതായത് ax² 2x പ്രൊപ്പോർഷണൽ ടു x ആയി. പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ അത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, പരാബോള ആണെങ്കിൽ അടുത്ത ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ ആയിരിക്കും. അപ്പൊ തുടക്കം പരാബോളയിലാണെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂവിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പം പരാബോള ദെൻ എന്ത് വരുന്നു, സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ പോസിറ്റീവ് അപ്വേർഡ് പരാബോള ആയതുകൊണ്ട് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ആളാ. നിങ്ങൾ നോക്കിയേ, ഇത് പോസിറ്റീവ് സ്ലോപ്പ് അല്ല, ഇത് ഇൻക്രീസിംഗ് അല്ലേ. m എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇക്വേഷനും പോസിറ്റീവാ. നോക്കിയേ, അതായത് എക്സിന്റെ കൂടെ വരുന്ന ആളാണ് m. അപ്പൊ ഇതെന്തായിരിക്കും, 2a ആയിരിക്കും ഇവിടെ m എന്ന് പറയുന്നത്, അത് പോസിറ്റീവ് ആണ്. ഓക്കെ ആണോ? അപ്പൊ അപ്വേർഡ് പരാബോള ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ആളെ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും, കിട്ടും. ഇനി ഡൗൺവേർഡ് പരാബോള നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് കൃത്യം പറയുന്നത്. ഇനി ഇതിനെ നിങ്ങൾ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് x അങ്ങ് പോകും. x അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുക 2a ആണ്. 2a എന്ന് പറഞ്ഞാൽ ആരാടെ, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ x എന്ന ടേം ഇല്ല, y എന്ന് പറയുന്ന ആള്, y" നമുക്ക് അതിനെ വിളിക്കാം. y" = 2a ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ y" ഇവിടെ x ആയിട്ട് നിങ്ങൾ ചേർത്തൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ x ആയിട്ട് ഒരു ബന്ധവും ഇല്ല. അതൊരു കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് എന്താ വരിക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ഇനി അടുത്ത കേസിൽ നിങ്ങൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുക, 0 ആണ്. അവിടെ ഒരു ഗ്രാഫേ ഉണ്ടാകില്ല, അത് 0 ആയിരിക്കും വരിക. പറഞ്ഞ മനസ്സിലായോ? അപ്പം y ഏത്, ഇതിനെ നമുക്ക് "" എന്ന് വിളിക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും, x-ആയിട്ട് ചെയ്യുന്ന ഗ്രാഫ് 0 ആയിരിക്കും കിട്ടുക, ഗ്രാഫ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്വേർഡ് പരാബോള ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗ്രാഫ് എങ്കിൽ ആ അപ്വേർഡ് പരാബോള ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അടുത്തൊരു കമ്പോണന്റ് വീണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു കോൺസ്റ്റന്റ് ഗ്രാഫ് കിട്ടും. വീണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് കിട്ടുന്ന ആൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഡൗൺവേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക, അടുത്ത ഫിഗറിൽ കിട്ടുക ഡിക്രീസിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ കിട്ടുക കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ അത് ഏത് ഡയറക്ഷനിലായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പിന്നെയുള്ള എല്ലാം നെഗറ്റീവ് ആണ്. ഡൗൺവേർഡ് ആണെങ്കിൽ കിട്ടുന്ന എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഡൗൺവേർഡ് പരാബോള ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് ക്ലിയർ ആണ്. ഡൗൺവേർഡ് ആണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, അതിനകത്ത് അതിന്റെ അടുത്ത് വരുന്ന ഗ്രാഫ് ഡിക്രീസിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾ ഓൾറെഡി സ്ട്രെയിറ്റ് ലൈനിന്റെ ബേസിക് കാര്യം പഠിച്ചവർക്ക് അറിയാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഓക്കെ, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്, സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് വീണ്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്.
നെഗറ്റീവ് ആവുമ്പോഴത്തേക്കും വരിക ഏത് സൈഡിലായിരിക്കും? y ആക്സിസ് ഒരു y ഈക്വൽ ടു -a എന്ന് വരുന്നു. ആ കേസിൽ വരിക -2a ഒരു എക്സാമ്പിൾ പറയാണ്. ആ കേസിൽ വരുമ്പോഴത്തേക്കും അത് എവിടെയായിരിക്കും വരുന്നത്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ y നെഗറ്റീവ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആക്ച്വലി ഏതായിരിക്കും? താഴെയായിരിക്കും. കാര്യം y ൽ നെഗറ്റീവ് വരുന്നത്, y ഇങ്ങോട്ട് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും ആണ്. അപ്പൊ നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്ന താഴെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും അവിടെ വരിക. അപ്പം അപ്വേർഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പിന്നെ കോൺസ്റ്റന്റ് പോസിറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റന്റ് നെഗറ്റീവ്. ഇനി കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പൊ ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണേ. അപ്വേർഡ് പരാബോള, പോസിറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ, then constant പോസിറ്റീവ്. ഡൗൺവേർഡ് പരാബോള, ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അടുത്ത കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ താഴെയായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ബാക്കി രണ്ടിന്റെ നാലാമത്തെ ആൾ എന്തായിരിക്കും? 0. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ അടുത്തൊരു ഗ്രാഫ് പറയുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല ഫിഗറുകളും പല കേസിലെ യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം മോഷന്റെ ഒക്കെ ഫിഗറുകൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ബേസിക് ഐഡിയ ഇത് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ മുമ്പോട്ട് പോകുമ്പോൾ പല കേസുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അല്ലേ? സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 ഗ്രാഫുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ നാലാമത്തെ 0 വരുന്ന ഗ്രാഫ് നിങ്ങൾക്ക് ഇല്ലേലും കുഴപ്പമില്ല. ആദ്യത്തെ 3 ഗ്രാഫുകൾ നിങ്ങൾക്ക് കൃത്യമായി വേണം. അതായത് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ 3 ഗ്രാഫുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ 3 ഗ്രാഫുകൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നിങ്ങളൊന്ന് പറഞ്ഞേടാ. ആദ്യത്തെ ഗ്രാഫ് പരാബോളയാണെങ്കിൽ അടുത്ത ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അടുത്ത ഗ്രാഫ് കോൺസ്റ്റന്റ് ആയിരിക്കും, അടുത്ത ഗ്രാഫ് 0 ആയിരിക്കും. ഇനി ആദ്യത്തെ ഗ്രാഫ് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അടുത്ത ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ഗ്രാഫ് എന്ത് വരും? കോൺസ്റ്റന്റ് ആയിരിക്കും, അടുത്ത ഗ്രാഫ് 0 ആയിരിക്കും. പറഞ്ഞില്ല? അപ്പം ഈ ഒരു ഓർഡർ തന്നെയാണ് പോകുന്നത്. പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, 0 മീൻസ് 0 ആൻഡ് അടുത്ത കോൺസ്റ്റന്റ് ആൻഡ് 0. ഈ ഒരു ഓർഡർ തന്നെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ XT ഗ്രാഫ് എന്താണോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ VT കിട്ടുക. ബിക്കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടുന്നത്, വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഫിഗർ വരുന്ന പരാബോളയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അടുത്ത എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അടുത്ത 0 ആയിരിക്കും. ഇനി ഫസ്റ്റ് ഫിഗർ തന്നെ വരുന്നത് എന്താണ്? XT ഗ്രാഫ് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അടുത്ത വരിക കോൺസ്റ്റന്റ് ആയിരിക്കും, അടുത്ത വരിക 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡറിലാണ് നിങ്ങൾക്ക് വരിക. ഈ ഒരു ഓർഡർ നിങ്ങൾ നന്നായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ വരുന്നത് കോൺസ്റ്റന്റ്, പിന്നെ വരുന്നത് 0. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? XT ഗ്രാഫ്, കാര്യം XT ഗ്രാഫിനെ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ആക്ച്വലി VT ഗ്രാഫ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് AT ഗ്രാഫ് കിട്ടുക. ബിക്കോസ് നിങ്ങൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് V കിട്ടുക, V യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് A കിട്ടുക ഇൻ ടേംസ് ഓഫ് എക്സ്, അല്ലെ ഇൻ ടേംസ് ഓഫ് T അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് കോൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്, നിങ്ങൾക്ക് നന്നായി അറിയാം. അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് മനസ്സിൽ എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. നമുക്കിനി ഓരോ മോഷന്റെയും ഈ ഗ്രാഫ് എന്ത് ചെയ്യാം? സ്പെസിഫിക് ആയിട്ട് വരച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരു പരാബോളയാണ്. പരാബോളയുടെ ഒരു ഭാഗമാണ് അല്ലെ, അപ്വേർഡ് പരാബോളയാണ് ഇത്. നിങ്ങൾക്കറിയാലോ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് പരാബോള കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്നത് പരാബോളയാണെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി കിട്ടാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാര്യം ഇത് അപ്വേർഡ് പരാബോളയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇനി ആ ഒരു മോഷന്റെ XT ഗ്രാഫ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കണം. ആ ഒരു മോഷന്റെ XT ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ വരിക ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്നാണ് ഏത് XT ഗ്രാഫ്. അടുത്ത അപ്പൊ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എങ്കിൽ AT ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പം ഈ 4 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് എവിടെ നിന്നാണോ തുടങ്ങുന്നത്, അടുത്ത ഏതാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് മോഷന്റെയും ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നതിൽ. ഓക്കെ, സോ ഡിഫറെന്റ് ഗ്രാഫിലേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേഷനറി ബോഡി. സ്റ്റേഷനറി ബോഡിയുടെ പൊസിഷൻ കോൺസ്റ്റന്റ് ആണ്. XT ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് എന്ന് കിട്ടും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്റ്റേഷനറി ബോഡി ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾ അതേ പൊസിഷനിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ X ആക്സിൽ 3 മീറ്റർ കഴിഞ്ഞ ഒരു പൊസിഷനിൽ അയാൾ ഇരിക്കുക, അയാൾ ആ 3 മീറ്ററിൽ തന്നെ എന്ത് ചെയ്യും? എത്ര ടൈം കഴിഞ്ഞാലും ഇരിക്കുക, അയാൾ മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആണ് അയാൾ ആ പൊസിഷനിൽ സ്റ്റേഷനറി ആണ്. അപ്പൊ അയാളുടെ ഗ്രാഫ് തന്നെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഗ്രാഫ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന VT ഗ്രാഫ് എത്രയായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾ പഠിച്ചെങ്ങനല്ലേ?
പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, കോൺസ്റ്റന്റ്, സീറോ. ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ എക്സ് ടി ഗ്രാഫ് കോൺസ്റ്റന്റ്, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ, അതായത് വെലോസിറ്റി ഇല്ല. അല്ലെങ്കിൽ തന്നെ അറിയാലോ സ്റ്റേഷനറി ബോഡിക്ക് വെലോസിറ്റി ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ ഇത് സീറോ ആയിരിക്കും. AT അപ്പൊ പിന്നെ സീറോ ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിൽ അപ്ലൈ ചെയ്ത് മുമ്പോട്ട്. ഈവൻ സ്റ്റേഷനറി ബോഡി നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് അത് അപ്ലൈ ചെയ്യാന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ കോൺസ്റ്റന്റ് ആയിരിക്കും, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. ഓക്കെ. സോ അടുത്തത് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തില്ല, അവിടെ ആക്സിലറേഷൻ ഇല്ല. അവിടെ യൂണിഫോം ആയിട്ടാണ് അയാളുടെ വെലോസിറ്റി. അതായത് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ അയാളുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ മുമ്പോട്ട് എത്ര സമയം കഴിഞ്ഞാലും 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ചായിരിക്കും അയാൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ വെലോസിറ്റി മാറില്ല, യൂണിഫോം മോഷൻ. അപ്പം അയാളുടെ ഏതാണ് പൊസിഷൻ ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ ഗ്രാഫ് എന്ന് പറയുന്നത്, യൂണിഫോം മോഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഏത് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇൻക്ലൈൻ ടു എന്തായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും വരുന്നത്. യൂണിഫോം മോഷൻ എക്സ് ടി ഗ്രാഫ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ വന്നു. സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന അടുത്തത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതന്നെ നിങ്ങൾക്ക് പറയാമല്ലോടാ, വി ടി ഗ്രാഫ് യൂണിഫോം മോഷന്റെ കേസിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്, ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അത് അങ്ങനെ തന്നെ നിൽക്കും എത്ര സമയം കഴിഞ്ഞാലും. അപ്പൊ നിങ്ങൾ നോക്കിയേ, തിരിച്ച് ഇങ്ങോട്ട് എടുത്താലും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന ക്ലിയർ ആണ്, നിങ്ങളുടെ ഐഡിയ വെച്ചാണ്. പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, കോൺസ്റ്റന്റ്. യൂണിഫോം മോഷനിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ തിരിച്ച് പുറകോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ പുറകിലുള്ള സ്ട്രെയിറ്റ് ലൈനാ, അതിന്റെ പുറകിലുള്ളതാണ് പരാബോള വരുന്നത്. ഇവിടെ വി ടി ഗ്രാഫ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പുറകിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഓരോ സെക്കൻഡിലും അല്ലേ അയാൾ 5 മീറ്റർ പെർ സെക്കൻഡ് 5 മീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ ഇത് 5 മീറ്റർ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അയാൾ 10 മീറ്ററിലായിരിക്കും. കാര്യം ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. 1 സെക്കൻഡ്, 2 സെക്കൻഡ്. ക്ലിയർ ആണോ? അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ എന്തായിരിക്കും കിട്ടുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഗ്രാഫ് തുടങ്ങിയത് എവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് എങ്കിൽ തൊട്ടടുത്ത ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇനി യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. അപ്പൊ തൊട്ടടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സീറോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫിന്റെ കോൺസെപ്റ്റ് വെച്ച് അറിയാം. അപ്വേർഡ് പരാബോള, സ്ട്രെയിറ്റ് ലൈൻ, കോൺസ്റ്റന്റ്, സീറോ. ഇതാണ് നിങ്ങളുടെ ഓർഡർ. ഇതേ ഓർഡർ ഇവിടെ കിട്ടത്തില്ലേ? ഇവിടെ ഗ്രാഫ് തുടങ്ങുന്നത് ഇവിടുന്നാണ്, അടുത്തത് ഇതായിരിക്കും, അടുത്ത ഇതായിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ സീറോ ആണ്. അത് കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് പറയാം. ഏത് യൂണിഫോം മോഷന്റെ കേസിൽ ആക്സിലറേഷൻ എന്താണ്, സീറോ ആണ്. ഇപ്പൊ യൂണിഫോം മോഷന്റെ ഗ്രാഫ് മനസ്സിൽ ഫിക്സ് ചെയ്യണം. സ്റ്റേഷനറിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷനിൽ ഓരോ സെക്കൻഡിലും ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ളതുകൊണ്ട്, ഒരു യൂണിഫോം വെലോസിറ്റി ഉള്ളതുകൊണ്ട് പർട്ടിക്കുലർ മീറ്റർ കൂടിക്കൊണ്ടിരിക്കും പൊസിഷൻ. അപ്പൊ അയാൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണ്, വൺ ഫിക്സ്ഡ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അയാളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ വന്ന അടുത്ത കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. അടുത്ത കേസിൽ ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ കേസ് സീറോ ആയിരിക്കും. അപ്പൊ യൂണിഫോം മോഷൻ ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് വേണ്ടത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. സോ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. അടുത്ത നമുക്ക് വേണ്ടത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം ആക്സിലറേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക്, ഇക്വേഷൻസ് ഓഫ് മോഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടെ എസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എക്സ് എന്ന് കൊടുക്കാം, പൊസിഷൻ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. അടുത്ത v നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, u പ്ലസ് AT എന്നാണ്. ഓക്കെ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയതിനാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. സ്വാഭാവികമായി ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഇക്വേഷൻ ശ്രദ്ധിച്ച്, എക്സ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പൊ അതെന്തായിരിക്കും, പരാബോളയായിരിക്കും. പരാബോളയാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. സോ പരാബോള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് അവിടെ എന്ത് വരുന്നത്, പരാബോള വരുന്നത് നിങ്ങൾക്ക് അറിയാം. സോ അപ്പം പരാബോള നിങ്ങൾക്ക് ഒന്നുകിൽ കംപ്ലീറ്റ് പരാബോള റെപ്രസെന്റ് ചെയ്യാം. സോ ഈ പരാബോളയുടെ അപ്വേർഡ് ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്വേർഡ് ഭാഗം ഇതാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ കർവ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റെപ്രസെന്റ്. അപ്പൊ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ, അതായത് ആക്സിലറേഷൻ കൊണ്ട് ആ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടി സ്ക്വയറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് പരാബോളയാണ്. സോ അപ്പൊ അപ്വേർഡ് പരാബോളയായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പരാബോള തന്നെയാണത്. ഓക്കെ. ആക്സിലറേഷൻ ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് പറയുന്നത് ആക്ച്വലി ആക്സിലറേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എപ്പോഴാണ് ഒരു കേസ് ആക്സിലറേറ്റഡ് ആണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ആക്സിലറേഷൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എടുക്കുന്നത് ആക്ച്വലി അതിന്റെ ഡയറക്ഷൻ വെച്ച് നമ്മൾ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എ ഇൻറ്റു വി എപ്പോഴാണോ പോസിറ്റീവ് ആകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിലറേറ്റഡ് എന്നും. എ ഇൻറ്റു വി എപ്പോഴാണോ നെഗറ്റീവ് ആകുന്നത് അതിനെയാണ് നമ്മൾ ഡീസിലറേഷൻ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ഇൻസ്റ്റന്റേനിയസിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആക്സിലറേറ്റഡ് മോഷന് നമുക്ക് പറയാം വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക്, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, രണ്ടും പോസിറ്റീവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ് നമുക്ക് പറയാം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് പരാബോളയാ വന്നത്. ഫസ്റ്റ് പരാബോള വന്നാൽ അടുത്ത എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അടുത്ത എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതെ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതാണ് ഗ്രാഫ് വരേണ്ടത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കാം. v = u + at, v is proportional to t. പ്രൊപ്പോർഷണൽ ടു ടി. സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തന്നെയാണ് v = u + at. അപ്പം y = mx + c എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ആ ഒരു കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു x ആക്സിസ് ആണ് വരുന്നത്. ഓക്കെ, സംശയമൊന്നുമില്ല. പോസിറ്റീവ് സ്ലോപ്പ് ആണ്, അതുകൊണ്ട് വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ആയാൽ മാത്രമേ ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആകത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അടുത്തത് ആക്സിലറേറ്റഡ് മോഷന്റെ അപ്പൊ കേസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് അപ്വേർഡ് ആയിരിക്കും, ഇതെന്തായിരിക്കും, സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പ് പോസിറ്റീവ്, m = പോസിറ്റീവ് വരുന്ന കേസാണ് വരേണ്ടത്. ബിക്കോസ് അപ്വേർഡ് ആകുമ്പോഴത്തേക്കും സ്ലോപ്പ് പോസിറ്റീവ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടേണ്ടത്. ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഡീസിലറേറ്റഡ് മോഷന്റെ കേസാണ് എഴുതേണ്ടത്. അവിടെ എന്തായിരിക്കും വരിക, നിങ്ങൾക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഏത് ഗ്രാഫാണ് വരേണ്ടത്, സിംപിളി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്വേർഡ് പരാബോളയ്ക്ക് പകരം ഇവിടെ വരേണ്ട എന്താണ്, ഡൗൺവേർഡ് പരാബോളയാണ് വരേണ്ടത്. സോ ഗ്രാഫ് വരേണ്ട ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കണം, ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇതിന്റെ ഈ ഭാഗം മാത്രം എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതായത് ഫസ്റ്റ് ഭാഗം മാത്രം. ഓക്കെ, അതായത് ഡൗൺവേർഡ് പരാബോളയെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഡൗൺവേർഡ് പരാബോളയുടെ നിങ്ങൾക്ക് ഈ ഭാഗം മാത്രം എടുക്കാം. ഇതാണ് ഡൗൺവേർഡ് പരാബോള. അപ്പൊ റെപ്രസെന്റേഷൻ കംപ്ലീറ്റ് കാണിക്കത്തില്ല, ഈ ഭാഗം മാത്രം കാണിക്കും. ഓക്കെ, അപ്പം ഇതും എന്ത് മോഷനിലാണ് വരുന്നത്, ഡീസിലറേറ്റഡ് മോഷനിലാണ് ഡൗൺവേർഡ് വരുന്നത്. ഡീസിലറേറ്റഡ് മോഷൻ. ഓക്കെ, ഡീസിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത് അവിടെയും നിങ്ങൾക്ക് പറയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. കാര്യം ഇത് ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ഇതിന്റെ സ്ലോപ്പാണ് അടുത്തതിൽ വരുന്നത്. ആക്ച്വലി ഇതിന്റെ സ്ലോപ്പാണ്, അതായത് y = mx + c എന്നാണ് ഈ ഇക്വേഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് ആണ് ഇത്. y ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ കിട്ടുക m ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് അടുത്ത കിട്ടാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത് സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അവസാനം കിട്ടാൻ പോകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നെഗറ്റീവ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഡീസിലറേറ്റഡ് മോഷനിൽ ഏതായിരിക്കും, ഡൗൺവേർഡ് പരാബോളയാണ്. അതായത് ഡൗൺവേർഡ് പരാബോളയുടെ ആദ്യത്തെ ഭാഗമായിരിക്കും, മനസ്സിലതാണ് ഫിക്സ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് എന്താണ്, ഡൗൺവേർഡ് പരാബോളയാണെങ്കിൽ ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബിക്കോസ് വെലോസിറ്റി കുറഞ്ഞു വരും ഡീസിലറേറ്റഡ് മോഷനിൽ. വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ ആ വെലോസിറ്റി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്ച്വലി ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇനി പഠിക്കും മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുക ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം ഈ എം വാല്യൂ ആണ്. ഈ എം വാല്യൂ എന്ന് പറയുന്ന ഈ കേസിൽ ആക്ച്വലി എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ മൂന്നാമത്തെ കേസിൽ എന്ത് വരും, നെഗറ്റീവ് എന്ന് പറയും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഡീസിലറേറ്റഡ് മോഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞേ, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ ഫ്രം ദി റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. യൂണിഫോം ആക്സിലറേഷൻ അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. ഐഡന്റിഫൈ ഓൾ ദ ഫിഗേഴ്സ് ദാറ്റ് കറക്റ്റ്ലി റെപ്രസെന്റ് ദി മോഷൻ ക്വാളിറ്റേറ്റീവ്ലി. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ ആണോടാ? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫുകൾ എല്ലാം പറയാം. എക്സ് ടി ഗ്രാഫ് അല്ലെ, ആക്സിലറേറ്റഡ് മോഷൻ ആണ്. എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി അപ്വേർഡ് പരാബോള ആയിരിക്കും. ഇനി വി ടി ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസിങ് ആയിരിക്കും വെലോസിറ്റി. അപ്വേർഡ് പരാബോള ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഇൻക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫ് ആണ്. ആ എ ടി ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി വരിക പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. അപ്പൊ ഇത് മൂന്നിൽ ഏത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാം. എക്സ് ടി ഗ്രാഫ് ഇൻക്രീസിങ് ഇതുണ്ട് ഇവിടെ. ഇനി വി ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഇതുണ്ട്. എ ടി ഗ്രാഫ് ഈ കേസ് ഉണ്ട്. അപ്പൊ എ ബി ഡി എന്നാണ് അവിടെ ആൻസർ വരേണ്ടത്. എ ബി ഡി എന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്, ബി ആണ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം ഗ്രാഫിന് ഏത് വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയുകയാണ്. സ്റ്റേഷനറി ആയപ്പോൾ തുടങ്ങിയത് തന്നെ എവിടെ നിന്നാണ്, കോൺസ്റ്റന്റ് നിന്നാണ് എക്സ് ടി. അപ്പൊ ബാക്കിയെല്ലാം 0 ആയിരിക്കും.
യൂണിഫോം മോഷൻ ആണെങ്കിൽ തുടങ്ങിയത് എക്സ് ടി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ തുടങ്ങിയാൽ അടുത്തെന്ന് പറയുന്നത് ഏതായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എ ടി ഗ്രാഫ് അവിടെ ഇല്ല. ആക്സലറേഷൻ 0 ആണ്. അടുത്തതെന്ന് പറയുന്നത് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പം പോസിറ്റീവ് ആയിരിക്കും. അപ്വേർഡ് പരാബോള. അടുത്തത് സ്ട്രെയിറ്റ് ലൈൻ, പോസിറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ. അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ഇത് വി ടി ഗ്രാഫ് ആണ്. അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എ ടി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവസാനിക്കുന്നു. ഇതാണ് 3 കാര്യം. ഇനി ഡീസലറേറ്റഡ് മോഷനിൽ എന്ന് പറയുന്നത് വെലോസിറ്റി കുറയുന്ന കേസ് ആണ്. അവിടെ ഡൗൺവേർഡ് എന്തായിരിക്കും? പരാബോള ആയിരിക്കും. അതിന്റെ പകുതി, ആദ്യത്തെ പകുതി വരയ്ക്കുക. ഇതാണ് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത്. തൊട്ടടുത്തെന്ന് പറയുന്നത് വി ടി ഗ്രാഫ് ആണ്. വി ടി ഗ്രാഫ് വെലോസിറ്റി ഡിക്രീസസ് ആണ് ഇവിടെ. ഇതിന്റെ സ്ലോപ്പ് ആയിരിക്കും അടുത്ത വരുന്നത്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ടി, അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടെ ആയിരിക്കും അത് വരിക. അടുത്തത് 0 ആയിരിക്കും. ഇനി ഏത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പക്കയായിട്ട് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലേ? അടുത്തതിലേക്ക്. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്. 2 കാര്യങ്ങളാണ് ഒരു ഗ്രാഫിൽ. ഒരു ഗ്രാഫിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്ലോപ്പ് എടുക്കാം ആ ഗ്രാഫിന്റെ, അല്ലെങ്കിൽ ആ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എടുക്കാം. അപ്പം സ്ലോപ്പ് എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, ഏരിയ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം എ ബി ഗ്രാഫ് ആണെന്നിരിക്കട്ടെ, എക്സ് ടി ഗ്രാഫ് പോലെ എ ബി ഗ്രാഫ് ആണെന്ന് ഇരിക്കട്ടെ. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഇപ്പൊ ഗ്രാഫ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബൈ ബി ആയിരിക്കും. അതായത് വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് വൈ ആക്സിസിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണോ കിട്ടുക, നിങ്ങൾ ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളായിരിക്കും ആക്ച്വലി അതിന്റെ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. ഓക്കെ ആണ്. ഇനി ഏരിയ അണ്ടർ ദാറ്റ് ഗ്രാഫ്, ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഏരിയ ഈസ് ഈക്വൽ ടു ആ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന്റെ അണ്ടറിലുള്ള ഏരിയ എടുത്താൽ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വൈ ഇൻറ്റു എക്സ് ആണ്. അതായത് വൈ ആക്സിസിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾ എക്സ് ആക്സിസിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആളായിരിക്കും നിങ്ങൾക്ക് അതിന്റെ അണ്ടറിലെ ഏരിയ എടുത്താൽ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കേസ് ആണെങ്കിൽ എ ഇൻറ്റു ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആയിരിക്കും. ആൻഡ് ഏത് ഏരിയ ഓഫ് ദാറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു 2 കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ആപ്ലിക്കേഷൻ ഓരോന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ആദ്യമേ വെലോസിറ്റി ഫ്രം എക്സ് ടി ഗ്രാഫ്. അപ്പൊ എക്സ് ടി ഗ്രാഫിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കടാ, എക്സ് ടി ഗ്രാഫ് ആണ്. ലെറ്റ്സ് സേ ഇതാണ് എക്സ് ടി ഗ്രാഫ് എന്നിരിക്കട്ടെ. ഓക്കെ, എക്സ് ടി ഗ്രാഫ് ഇതാന്നിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, നന്നായി ശ്രദ്ധിക്കണേ. ഒന്നുകിൽ നമുക്ക് ഏരിയ എടുത്തു നോക്കാം. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഏരിയ ഓഫ് എക്സ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടി ആണ്. എക്സ് ഇൻറ്റു ടി ആരെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ആരെയും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഈ ഗ്രാഫിന്റെ ഏരിയ നിങ്ങൾക്ക് എടുക്കാം. ഏരിയ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നില്ല, കാര്യമില്ല. ഇനി സ്ലോപ്പ് ഒന്ന് എടുത്തു നോക്കാം. സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് ബൈ ടി ആണ്. അതായത് വൈ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണന്റ്, എ ബൈ ബി എന്ന് പറഞ്ഞ പോലെ എക്സ് ബൈ ടി ആണ്. എക്സ് ബൈ ടി ആളുണ്ട് അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആരാ? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പം എക്സ് ടി ഗ്രാഫിന്റെ എന്തെടുക്കുമ്പോഴാണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആരെ കിട്ടുന്നത്? വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇനി പറയാം സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഗീവ് വെലോസിറ്റി. ഫസ്റ്റ് പോയിന്റ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്വേർഡ് പരാബോളയിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത എക്സ് ടി ഗ്രാഫ് കറക്റ്റ് ആയിട്ട് ഇനി വരയ്ക്കേണ്ട കേസുകൾ അടുത്ത സ്റ്റേജ് 2 വരും. അപ്പോൾ നിങ്ങൾ എടുത്താൽ മതി ഓരോ പരാബോളയുടെ പോയിന്റിലെയും എന്തെടുത്താൽ മതി, ടാൻജന്റിന്റെ, ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക, അതിന്റെ സ്ലോപ്പ് എടുക്കുക. സോ ആ സ്ലോപ്പ് വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആദ്യം നിങ്ങൾ വരച്ച എക്സ് ടി ഗ്രാഫിന്റെ എന്ത് വരയ്ക്കാൻ പറ്റും? കറസ്പോണ്ടിങ് വി ടി ഗ്രാഫ്. അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, പരാബോള വന്നാൽ അടുത്തത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് വരയ്ക്കണമെങ്കിൽ എന്തെടുത്താൽ മതി? സ്ലോപ്പ്. അപ്പൊ എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് എന്ത് തരുന്നത്? വെലോസിറ്റി തരുന്നത്. അപ്പൊ വെലോസിറ്റി ഫ്രം എക്സ് ടി ഗ്രാഫ് എന്ന് ചോദിച്ചാൽ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ആണ്. അപ്പൊ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പം സ്ലോപ്പ് നിങ്ങൾ എക്സ് ടി ഗ്രാഫിന്റെ അടുത്ത് വെലോസിറ്റി കണ്ടുപിടിച്ചു. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം വി ടി ഗ്രാഫ്. നമുക്ക് നോക്കാം. ഒരു വി ടി ഗ്രാഫ് നിങ്ങൾ വരയ്ക്കടാ. യൂണിഫോം മോഷൻ തന്നെ ഇരുന്നോട്ടെ. ഇതാണ് അതിന്റെ അണ്ടറിലെ ഏരിയ. സ്ലോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ നോക്കടാ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ടി ആണ് അല്ലെ? വെലോസിറ്റി ബൈ ടൈം. അതെന്തായാലും ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഇനി അടുത്തത് ഏരിയ എടുക്കാൻ പോവാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അതെ, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്?
നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം വി ടി ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ആക്ച്വലി എന്താണ്? ഏരിയ ആണ്. അപ്പം ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിനകത്ത് വി ടി ഗ്രാഫിന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ചെയ്യിക്കാം. ഒരു റോക്കറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, ബലൂണിന്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പല കേസുകളും നിങ്ങൾക്ക് വി ടി ഗ്രാഫ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വി ടി ഗ്രാഫ് നിങ്ങളെ പഠിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ വി ടി ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. അതിന് എന്തെടുത്താൽ മതി? ഏരിയ അണ്ടർ ദാറ്റ് ഗ്രാഫ് എടുത്താൽ മതി. ഓക്കെ, ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഇവിടെയാണെങ്കിൽ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. ഇനി സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നിങ്ങൾ നോക്കി ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആണ് വി ടി ഗ്രാഫ് എന്നെങ്കിൽ അതിന്റെ അണ്ടറിലുള്ള ഏരിയ എടുക്കണം. അതിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ട്രയാംഗിൾ ആണ്. അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുക? ഏതാണോ അതിന്റെ അണ്ടറിൽ കിട്ടുന്ന ഏരിയ, അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് അതിന്റെ ആ ഒരു കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ട്രയാംഗിൾ ആയിരിക്കും, ചിലപ്പോൾ റെക്ടാംഗിൾ ആയിരിക്കും. ഓക്കെ അല്ലേടാ? സോ അപ്പൊ അതാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ആക്സിലറേഷൻ ഫ്രം വി ടി ഗ്രാഫ്, അത് കിട്ടും നിങ്ങൾക്ക്. ആക്സിലറേഷൻ ഫ്രം വി ടി ഗ്രാഫ് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിക്കടാ. അതായത് നിങ്ങൾക്ക് ഒരു വി ടി ഗ്രാഫ് എടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അതായത് ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ബി ഇൻറ്റു ടി ചെയ്യണം. അപ്പൊ അതിന്റെ ഏരിയ എടുക്കണം. ഇനി വി ടി ഗ്രാഫ് ആണ്, അതിന്റെ അടുത്ത് ഇനി എടുക്കാൻ പറ്റുന്ന സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ സ്ലോപ്പ് എടുക്കുമ്പോൾ വി ടി ഗ്രാഫ് ആണ്, വി ബൈ ടി ആണ്. അതെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, വെലോസിറ്റി ബൈ ടൈം ആരാ? ആക്സിലറേഷൻ. അപ്പം വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ഡൗൺവേർഡ് പരാബോളയുടെ കേസിൽ വി ടി ഗ്രാഫ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ സ്ലോപ്പ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ ടൈം. ഇത് ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയതുകൊണ്ടാണ് എ ടി ഗ്രാഫ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സിമ്പിൾ ആയിട്ട് എ ടി ഗ്രാഫ് നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് കിട്ടുന്നത്. ഓക്കെ, കാര്യം ഈ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? എ ടി ഗ്രാഫ്. ഓക്കെ അല്ലേടാ? അപ്പൊ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എ ടി ഗ്രാഫ് എന്നല്ല, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഗീവ് ആക്സിലറേഷൻ. കാര്യം ഏതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും y ബൈ എക്സ് എടുത്താൽ മതി. അപ്പൊ ബി ബൈ ടി ചെയ്തപ്പോൾ ആക്സിലറേഷൻ കിട്ടി. അടുത്തത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഫ്രം എ ടി ഗ്രാഫ്. വെരി ഇമ്പോർട്ടൻറ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഇത് നമുക്ക് ഒന്നുകിൽ സ്ലോപ്പ് എടുക്കാം അല്ലെങ്കിൽ ഏരിയ എടുക്കാം. സ്ലോപ്പ് എടുക്കുമ്പോൾ എ ബൈ ടി ആണ്. ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്ലോപ്പിൽ നിന്ന് കിട്ടില്ല. എ ബൈ ടി ഒരാളെ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഏരിയ എടുക്കാൻ പോകും. ഏരിയ ഗീവ്സ് എ ഇൻറ്റു ടി. അപ്പൊ നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വി മൈനസ് യു ബൈ ടി എന്നാണ്. ഫ്രം ദാറ്റ് വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി എന്നാണ് നിങ്ങൾ പഠിച്ചത് അല്ലെ? നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഏരിയ എ ഇൻറ്റു ടി ആണ്. എ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു അഥവാ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ത് തരും മക്കളെ? ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ആയിരിക്കും തരിക. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായി ഓർക്കുക. എന്തൊക്കെ ആപ്ലിക്കേഷനാണ് പഠിച്ചത്? എക്സ് ടി ഗ്രാഫ്. എക്സ് ടി ഗ്രാഫിന് എന്തായാലും നിങ്ങൾക്ക് എന്ത് എടുക്കാൻ പറ്റില്ല? ഏരിയ എടുക്കാൻ പറ്റില്ല, അതിന്റെ സ്ലോപ്പ് എടുക്കാൻ പറ്റില്ല. എക്സ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, വെലോസിറ്റി. അപ്പം എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് എന്ത് തരും? സിമ്പിൾ ആയിട്ട് പറയടാ, നമുക്കൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്യാം. എക്സ് ടി ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് സ്ലോപ്പ് എടുക്കാം, ഏരിയ എടുക്കാം. ഏരിയ എടുത്താൽ ഒന്നും കിട്ടില്ല. അപ്പൊ ഏരിയ നമുക്ക് വേണ്ട. സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? എക്സ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, വെലോസിറ്റി കിട്ടും. അപ്പൊ എക്സ് ടി ഗ്രാഫിന്റെ വെലോസിറ്റി എന്ത് തരും? എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും? വെലോസിറ്റി തരും. അടുത്ത വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിന്റെ നമുക്ക് എന്തെടുക്കാം? സ്ലോപ്പ് എടുക്കാടാ, ഏരിയ എടുക്കാം. ഇനി നിങ്ങൾ പറയടാ, ഏരിയ എടുക്കാം അല്ലെങ്കിൽ എന്തെടുക്കാം? സ്ലോപ്പ് എടുക്കാം. സ്ലോപ്പ് ആകുമ്പോഴത്തേക്ക് എന്താണ്? വി ബൈ ടി ആണ്. ഓക്കെ, ഏരിയ ആകുമ്പോൾ വി ഇൻറ്റു ടി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏരിയ ഓഫ് വി ടി ഗ്രാഫ്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഇനി വി ബൈ ടി എന്ന് പറഞ്ഞാലോ? വി ഡിവൈഡഡ് ബൈ ടി അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, വെലോസിറ്റി ബൈ ടൈം ആരാ? ആക്സിലറേഷൻ. അപ്പൊ കിട്ടുക നമുക്ക് ആക്സിലറേഷൻ ആണ്. അടുത്ത നമുക്കുള്ള എ ടി ഗ്രാഫ്. എ ടി ഗ്രാഫിന്റെയും സ്ലോപ്പും എടുക്കാം, ഏരിയ എടുക്കാം. സ്ലോപ്പ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആക്സിലറേഷൻ ബൈ ടൈം എ ടി ഗ്രാഫിൽ വരുന്നത്. ആ സ്ലോപ്പിൽ പ്രത്യേകിച്ച് അത് വാല്യൂ ഇല്ല. ഇനി ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ് ഏരിയ കിട്ടുക. അതാരാ? വി മൈനസ് യു അഥവാ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇത്രയും കാര്യം വെച്ച് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാനുള്ളതാണ്?
ചെയ്യാനുള്ള. സോ ഈ പറഞ്ഞ ഐഡിയയിൽ നിന്ന് നമുക്ക് സ്റ്റേജ് 2 കടക്കാം. സ്റ്റേജ് 2 വേറൊന്നുമല്ല, ആദ്യം ഒരു ഗ്രാഫ് തരും, നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള VT AT ഗ്രാഫുകൾ വരണം. ഇനിയിപ്പോ ലാസ്റ്റ് DA/DT വേഴ്സസ് T ഗ്രാഫ് വരും. ഇതെപ്പോഴും 0 ആയിരിക്കും നമ്മുടെ പല കേസുകളിൽ, അത് കാണത്തില്ല. സോ അപ്പം അത് നമുക്ക് ഇനി വേണ്ട, നമുക്ക് ആദ്യത്തെ 3 എന്ത് ചെയ്യണം, വരയ്ക്കണം. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇത് അപ്വേർഡ് പരാബോള, നിങ്ങൾക്ക് എന്തായാലും അറിയാം. അടുത്തെന്ന് പറയുന്ന VT ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്, ഇൻക്രീസിങ് ആയിരിക്കും, ഇൻക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം. അത് എവിടുന്ന്, അതായത് ഇങ്ങനെയാണോ അത് വരിക, അതോ ഇങ്ങനെയാണോ വരിക എന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 പോയിന്റ് എടുക്കുക. ഓക്കെ, അതായത് ഈ ആദ്യത്തെ ഗ്രാഫിന് 3 പോയിന്റ് എടുക്കുക, ABC എന്ന് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, VTയിലും ആ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ABC അല്ലെ, പർട്ടിക്കുലർ ടൈമിൽ തന്നെ. ഇതേത് ടൈമാണോ ആ ടൈമിൽ തന്നെ നിങ്ങൾ ABC മാർക്ക് ചെയ്താൽ മതിയല്ലോ. ഇനി നിങ്ങൾക്കറിയാം XT ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ആക്ച്വലി ഏതാണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നിങ്ങൾക്കറിയാം XT ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. എങ്ങനെ XT ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കിട്ടുക, ഒന്നുകിൽ x/t എടുക്കാം അല്ലെങ്കിൽ x/t എടുക്കാം. എന്താ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ, x/t എടുത്താൽ വെലോസിറ്റി അല്ല, x/t ആണ് വെലോസിറ്റി. അപ്പം സ്ലോപ്പ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റുകളുടെ സ്ലോപ്പ് എടുക്കണം. നിങ്ങൾക്കറിയാം ഒരു കർവിന്റെ സ്ലോപ്പ് എടുക്കണമെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ടാൻജന്റ് വരച്ചാൽ മതി. നിങ്ങൾ ഒരു ടാൻജന്റ് വരയ്ക്കുക, ഇവിടെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിക്രീസിങ് ആയിട്ടുള്ള ആളാ അല്ലേ. അപ്പൊ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് കിട്ടും. ഇവിടെ സ്ലോപ്പ് നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പൊ അവിടുത്തെ വെലോസിറ്റി എന്തായി, 0 ആയി. അപ്പൊ B എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി 0 ആയി. ഇനി C എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്രീസിങ് ആയിട്ടാണ് കിട്ടുക അല്ലേ. അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ എന്തായിരിക്കും, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഈ ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത്, ഈ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കും, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒബ്റ്റ്യൂസ് ആംഗിളാണ് അല്ലേ. ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് വെലോസിറ്റി ഇവിടെ നെഗറ്റീവ് ആയത്. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് വെലോസിറ്റി നെഗറ്റീവ് ആയത്. ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കാര്യം ഈ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ വരച്ച് നോക്ക്, അക്യൂട്ട് ആംഗിളാ. അപ്പം എന്തായാലും സ്ലോപ്പ് അവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. സ്ലോപ്പ് എന്ന കോൺസെപ്റ്റ് ആദ്യമേ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി നിങ്ങൾ പറയടാ, ഈ ഗ്രാഫിന്റെ കേസിൽ A എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്, B എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, സ്ലോപ്പ് 0 ആയതുകൊണ്ട് C എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇങ്ങനെയായിരിക്കണം ഗ്രാഫ് വരണ്ടേ. അതിൽ B എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും, ഇവിടെയാണ് A വരിക, ഇവിടെയാണ് B വരിക, ഇവിടെയാണ് C വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി മനസ്സിലായി, B എന്ന് പറഞ്ഞ പോയിന്റ് 0-യിലാണ്. അപ്പൊ ഈ പോയിന്റിലെ ഗ്രാഫ് 0 ടച്ച് ചെയ്യണം. A എന്ന് പറഞ്ഞ പോയിന്റിൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഗ്രാഫ് കറക്റ്റ്ലി ഇങ്ങനെയായിരിക്കും വരണ്ടേ. നെഗറ്റീവിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്തു, B എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആയി, പിന്നെ അത് എന്തായി തുടങ്ങി, പോസിറ്റീവ് ആകാൻ തുടങ്ങി. ഓക്കെ, സോ അപ്പം ഇതാണ് അവിടുത്തെ ഈ അപ്വേർഡ് പരാബോളയുടെ കംപ്ലീറ്റ് VT ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, C എന്ന് പറഞ്ഞ പോയിന്റിലും അതിപ്പോ എന്തായി മാറി, പോസിറ്റീവായി മാറി. ഓക്കെ, ഇനി ഇവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും, ആക്സിലറേഷൻ നിങ്ങൾക്കറിയാം. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. VT ഗ്രാഫിന്റെ എന്തെടുത്താൽ മതി, VT ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കണം. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പം അത് എടുക്കുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. സ്ലോപ്പ് അപ്പോൾ പോസിറ്റീവ് ആണ്, അപ്പൊ ആക്സിലറേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇതിന്റെ എന്തെടുത്താൽ മതി, സ്ലോപ്പ് എടുത്താൽ മതി. ഓക്കെ, ആൻഡ് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, കാര്യം സ്ട്രെയിറ്റ് ലൈനെ ഡിഫറൻഷിയേറ്റ് കിട്ടുക കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുക. സോ പോസിറ്റീവ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. അപ്പൊ AT ഗ്രാഫ്, അപ്പൊ 3 ഗ്രാഫ് കൃത്യമായി നിങ്ങൾ വരച്ചു. ഓക്കെ അല്ലേ. അടുത്ത കേസിലേക്ക് ഞാൻ ഒരു ഡൗൺവേർഡിന്റെ കേസ് പറയാം. ഡൗൺവേർഡിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് ABC 3 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. എയിൽ നമ്മൾ ലൈൻ ടാൻജന്റ് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം അത് ഏതാണ്, അപ്വേർഡ് ആണ്, അഥവാ സ്ലോപ്പ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇവിടെ സ്ലോപ്പ് എന്താണ്, 0 ആണ്. ഇവിടെ സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരേണ്ടത്. 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ABC. ബിയിൽ 0 ആകും, അത് നിങ്ങൾക്ക് അറിയാം. എയിൽ അതെന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആണ് എയിൽ, ബിയിൽ അത് 0 ആകും, സിയിൽ അത് എന്താവും, നെഗറ്റീവ് ആവും. 3 കൂടെ ചേർത്തുകൊണ്ട് ലൈൻ വരച്ചാൽ പോരെ. ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസിങ് എന്ന് പറയാം, ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ഓക്കെ,
ഇനി ഇതിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ v/t എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. അപ്പൊ ആക്സിലറേഷൻ ടൈമിൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? വെലോസിറ്റി ടൈമിന്റെ സ്ലോപ്പ് എടുത്ത് നോക്കണം. സ്ലോപ്പ് എടുക്കുമ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളിന്റെ നെഗറ്റീവ് ടാൻ ആയിരിക്കും അല്ലെ. സോ അപ്പൊ അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. അപ്പം ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ അത് എന്താണ്? അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് കിട്ടും? നിങ്ങൾക്ക് നെഗറ്റീവിലായിരിക്കും കിട്ടുക. ഓക്കെ, ബിക്കോസ് ഇത് നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേടാ? ഇനി ഈ ഗ്രാഫ് ഇവിടെ ഇല്ല, അത് 0 ആണ്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് വേറൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിളിലേക്ക് കടക്കാം. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇപ്പൊ അപ്വേർഡ് ആണെങ്കിൽ നെഗറ്റീവ് തുടങ്ങി 0 പിന്നെ പോസിറ്റീവിലേക്ക്, പിന്നെ ഏതായിരിക്കും? അതിന്റെ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡൗൺവേർഡ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് വന്ന് വെലോസിറ്റി കുറഞ്ഞു വരുമോ? ബിക്കോസ് ഇറ്റ്സ് എ ഡീസിലറേറ്റഡ് മോഷൻ ആണ്. അവിടുത്തെ കേസ് നിങ്ങൾക്ക് കൃത്യമായി ആക്സിലറേഷൻ അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഡീസിലറേറ്റഡ് മോഷന്റെ കേസ് നിങ്ങൾക്ക് അറിയാം, നന്നായി അറിയാം. ഇതെല്ലാം 0 ആയിരിക്കും. ഈ ഗ്രാഫ് നമുക്ക് വേണ്ടാതാണ്. ഓക്കെ, dA/dt ഗ്രാഫ് അവിടെ വേണ്ടാതാണ്. നമുക്ക് ഇതുവരെ മതി. അതായത് xt ഗ്രാഫ്, അവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് vt ഗ്രാഫ്, at ഗ്രാഫ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേടാ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ പാർട്ടിക്കിൾ ഷോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആസ് ഗിവൺ ഇൻ ദി ഫിഗർ. ദ മാക്സിമം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് അറൌണ്ട് ദി പോയിന്റ്. അതായത് ഈ xt ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. 4 പോയിന്റിലാണ്. xt ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? x/t ആണ്. സോ സ്ലോപ്പ് ആണ് എടുക്കേണ്ടത്. ഓരോ പോയിന്റിലെ സ്ലോപ്പ് നിങ്ങൾക്ക് എടുക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ്, ഏറ്റവും കൂടുതൽ ചരിവ്. ഏതിനാണ് ചരിവ് കൂടുതൽ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇതിനാണോ ചരിവ് കൂടുതൽ, ഇതിനാണോ ചരിവ് കൂടുതൽ? ചരിവ് എപ്പോഴും കൂടുതൽ എന്ത് ചെയ്യണം? കുത്തനെ നിൽക്കുമ്പോഴാണ്. ഇതിനാണ് ഏറ്റവും മാക്സിമം ചരിവ്, അതായത് ഈ ഒരു കേസിൽ. അപ്പൊ നിങ്ങൾ എക്സാക്റ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. tan 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അത്രയും സ്ലോപ്പ്, മാക്സിമം സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനാണ്. പിന്നെ സ്ലോപ്പ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പൊ ഇതിന് സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്, ചരിവ് കുറഞ്ഞു വരുന്നതാണ്. ഇതിന്റെ ചരിവ് ഏറ്റവും കുറവാണ്, സ്ലോപ്പ് 0 ആണ്. അത് നിങ്ങൾക്ക് അറിയണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചരിവ് തന്നെയാണ്. ടാൻ തീറ്റ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ലോജിക്കലി എന്താണ്? ചരിവ് തന്നെയാണ്. ഓക്കെ, കുത്തനെയുള്ള കയറ്റം നിങ്ങൾ പഠിച്ചിട്ടില്ല? കുത്തനെയുള്ള കയറ്റം ചരിവ് കൂടിയ കയറ്റം, പിന്നെ എന്താ? കുറഞ്ഞ് ഇത് സ്ലോപ്പ് 0 ആണ്. ഓക്കെ, സോ അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതിനകത്ത് ഏതിലാണ് സ്ലോപ്പ് കൂടുതൽ നോക്കിയാൽ മതി. ഇതിലേതാ സ്ലോപ്പ് കൂടുതൽ? സ്ലോപ്പ് ഏറ്റവും കൂടുതൽ ഈ പൊസിഷനിൽ, അഥവാ സിയിലാണ്. അപ്പം സി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി എല്ലാത്തിനേക്കാളും സ്ലോപ്പ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്ന സ്ഥലം സി ആണ്. നമ്മൾ ഈ കർവിന് എന്ത് വരയ്ക്കണം? ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റ് വരയ്ക്കുമ്പോൾ സിയിൽ ടാൻജന്റ് വരയ്ക്കുമ്പോഴാണ് അതിന് മാക്സിമം സ്ലോപ്പ് വരുന്നത്. സോ സി ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ. ദ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദി സെയിം ബോഡി ഈസ്. നമ്മുടെ ഈ ഒരു ഗ്രാഫ് കൊണ്ട് അടുത്ത ഗ്രാഫ് തരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ AT ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. AT ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരയ്ക്കണം? VT ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് നോക്കാം. സോ ഇവിടെ പറയുന്ന അനുസരിച്ച് നിങ്ങൾ തിരിച്ച് ചിന്തിക്കണേ. AT ഗ്രാഫിൽ നിന്ന് VT ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ പറയുന്നത് ഈ പൊസിഷനിൽ വരെ എന്ത്? ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. താഴേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ആ പോയിന്റ് വരെയാണ്. പിന്നെ 0 ആകുന്നു കാണിക്കുകയാണ്. ഇങ്ങനെയാണ് കറക്റ്റ് കാണിക്കേണ്ടത്. ഇവിടെ വരെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, പിന്നെ ആക്സിലറേഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യുകയാണ്? ആക്സിലറേഷൻ വീണ്ടും എന്തായി മാറുകയാണ്? കോൺസ്റ്റന്റ്. വീണ്ടും ഒരു പാർട്ടിൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? A, B, C, D 4 പൊസിഷൻ ആണുള്ളത്. എയുടെയും ബിയുടെയും ഇടയ്ക്കെന്ന് പറയുന്നത് ആക്സിലറേഷൻ അവിടെ ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്കറിയാം ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള പൊസിഷനിൽ, അതിന് മുമ്പുള്ള ഗ്രാഫാണ് VT ഗ്രാഫ്. അതായത് AT ഗ്രാഫിന് മുമ്പുള്ളതാണ് VT ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? ശ്രദ്ധിച്ചോണേ, ഇത് 0 ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. നിങ്ങളുടെ ആ ഒരു ഓർഡർ ഓർക്കണം. പരാബോള കഴിഞ്ഞാൽ അല്ലെ വരിക സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞാൽ വരിക കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് കഴിഞ്ഞാൽ വരിക 0 ആണ്. ഇനി തിരിച്ച് ചിന്തിക്കണേ, തിരിച്ച് നന്നായി ചിന്തിക്കണേ. കോൺസ്റ്റന്റ് ആണ് വന്നെങ്കിൽ, ഇവിടെ കോൺസ്റ്റന്റ് ആ വന്നിരിക്കുന്നത്, അതിന് മുമ്പുള്ള ഗ്രാഫ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇനി 0 ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് മുമ്പ് വരേണ്ട ഗ്രാഫ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, AT ഗ്രാഫിന് മുമ്പ് വരേണ്ട ആളാണ് VT ഗ്രാഫ്. അപ്പൊ AB എന്ന് പറഞ്ഞ പോയിന്റിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? A, B, C, D വരയ്ക്കുക. അപ്പം AB-യുടെ ഇടയിൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് മുമ്പുള്ള ഗ്രാഫ് പരാബോള സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റന്റ് 0.
അപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് മുമ്പ് വരേണ്ട ഗ്രാഫാണ് വി ടി എങ്കിൽ അത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ? കോൺസ്റ്റന്റ് മുമ്പുള്ള ആൾ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ എ ബിയുടെ ഇടയിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ് ഏതായിരിക്കും വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ആക്സിലറേഷൻ പോസിറ്റീവ് അല്ലേ, മുമ്പുള്ള ഇൻക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തുടക്കം വരേണ്ടത്. ഇനി അടുത്ത് നിങ്ങൾ നോക്കണം, ബി സി എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആണ്. ഒരു ഗ്രാഫ് 0 ആണെങ്കിൽ അതിന് മുമ്പുള്ള ഗ്രാഫ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വെലോസിറ്റി അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കൂടി കൂടി വന്ന് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് വെലോസിറ്റി കൂടി കൂടി വന്ന് കോൺസ്റ്റന്റ് ആയി മാറി. ഇനി വീണ്ടും നിങ്ങൾ നോക്കാം, വീണ്ടും ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഗെയിൻ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ശ്രദ്ധിക്കണേ, ആക്സിലറേഷൻ അവിടെ പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് മുമ്പുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് മുമ്പുള്ള ഗ്രാഫ് വരേണ്ട സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ അത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഇൻക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇൻക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. സോ ദി ഗ്രാഫ് ഈസ്, ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കാം, എ ബി സി ഡിയിൽ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ സി ഈസ് ദി റൈറ്റ് ആൻസർ. സി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ദ ഫിഗർ ഷോസ് ദാറ്റ്. എന്താണ് ആ ഫിഗർ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തായാലും മനസ്സിലായി നിങ്ങൾക്ക്, ഇത് എക്സ് ടി ഗ്രാഫ് ആണെന്നും അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് പരാബോളയുടെ ആദ്യത്തെ ഭാഗമാണ് അല്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺവേർഡ് പരാബോളയാവും. ഓക്കെ, സോ അപ്പൊ ഡൗൺവേർഡ് പരാബോള ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഡീസിലറേറ്റഡ് മോഷൻ ആണ്. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറയാം, പാർട്ടിക്കിൾ സ്റ്റാർട്ട് വിത്ത് സർട്ടൈൻ വെലോസിറ്റി ബട്ട് ദ മോഷൻ ഈസ് റിട്ടാർഡഡ് ആൻഡ് ഫൈനലി സ്റ്റോപ്സ്. സ്റ്റോപ്പ് ചെയ്തോ നമുക്ക് നോക്കാം. എന്തായാലും റിട്ടാർഡഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആദ്യം എന്തുണ്ട്? ഇതിന് എക്സ് ടി ഗ്രാഫിന്റെ എന്തെടുത്താൽ മതി? നിങ്ങൾ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. ഒന്ന് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക, ഒന്ന് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഏതാണ്? എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം. നിങ്ങൾ നോക്കിക്കേടാ, ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് വെലോസിറ്റി ടൈം കിട്ടും. നിങ്ങൾക്ക് അറിയാം എക്സ് ടി ഗ്രാഫിന് ആകെ സ്ലോപ്പ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ വരച്ചപ്പോഴത്തേക്കും വെലോസിറ്റി എന്തെന്ന് കിട്ടി? പോസിറ്റീവ് എന്ന് കിട്ടി. ബിക്കോസ് ഇതിന്റെ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? സ്ലോപ്പ് 0 ആണ്. അതിനർത്ഥം ഇതിന്റെ വെലോസിറ്റി എന്തായി മാറി? 0 ആയി മാറി. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായ കാര്യം, പാർട്ടിക്കിൾ സ്റ്റാർട്ട് വിത്ത് സർട്ടൈൻ വെലോസിറ്റി, പക്ഷേ ഇതിന്റെ ആക്സിലറേഷൻ ഡീസിലറേറ്റഡ് മോഷൻ ആണ്, ഡൗൺവേർഡ് പരാബോളയാണ്. സോ ആ ഡീസിലറേഷൻ ഈ വെലോസിറ്റി ഒപ്പോസ് ചെയ്തിട്ട് ആ വെലോസിറ്റി എന്തായി മാറും? 0 ആയി മാറും. സോ അതാണ് ഇവിടുത്തെ കാര്യം. പാർട്ടിക്കിൾ സ്റ്റാർട്ട് വിത്ത് സർട്ടൈൻ വെലോസിറ്റി ബട്ട് ദ മോഷൻ ഈസ് റിട്ടാർഡഡ് ആൻഡ് ഫൈനലി പാർട്ടിക്കിൾ സ്റ്റോപ്സ്. സോ ഓപ്ഷൻ എ തന്നെയാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. സ്റ്റോപ്പ് ചെയ്യാൻ കാര്യം അവിടുത്തെ സ്ലോപ്പ് 0 ആയെന്നുള്ള ആ ഒരു ഐഡിയ ഒക്കെയാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കൃത്യമായി ഫോം ചെയ്തെടുക്കേണ്ടത്. അടുത്ത് Figure 1 and 2 below shows the displacement time graph of the two particles along the x-axis. ഒന്ന് upward പരാബോളയാണ്, ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഒന്ന് ഡൗൺവേർഡ് പരാബോളയാണ്, ഡീസിലറേറ്റഡ് മോഷൻ ആണ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി, പാർട്ടിക്കിൾ 1 ഈസ് സിയിലേക്ക് ഞാൻ കടക്കാണ്. എ ബിയും എന്താണ്? രണ്ടും ഒന്നാന്നാ പറയുന്നത്, പക്ഷെ അതല്ല. പാർട്ടിക്കിൾ 1 ഈസ് ഹാവിംഗ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആൻഡ് പാർട്ടിക്കിൾ 2 ഈസ് ഹാവിംഗ് യൂണിഫോം റിട്ടാർഡഡ് മോഷൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 എന്ന് പറയുന്നത് ആക്സിലറേറ്റഡും 2 എന്ന് പറയുന്നത് ഡീസിലറേറ്റഡുമായ മോഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിൽ, ഗിവൺ ബിലോ ദ ഫോർ കർവ്സ് describing variation of velocity with the time of a particle. When one of these describes the motion of a particle initially in positive direction with a constant negative acceleration. Negative acceleration means that acceleration is opposing the velocity. അതായത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്നും അതിന്റെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ ആക്ച്വലി വെലോസിറ്റി ഒപ്പോസ് ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ കർവ് അല്ലേ, ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് അവർ ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ആദ്യം പോസിറ്റീവ് ആയിരിക്കും, പിന്നെ 0 ആകും, പിന്നെ താഴേക്ക് വരും. അതായത് ഡിക്രീസിംഗ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ. എം നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രാഫ് ആണ് വരുന്നത് വെലോസിറ്റി ടൈമിൽ. ആ ഗ്രാഫ് ഇവിടെ ഏതാന്ന് നോക്കിയാൽ മതി. അങ്ങനത്തെ ഒരു ഗ്രാഫ്, ഡിക്രീസിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഇവിടെ ഏതാണ് വരിക? നിങ്ങൾ നോക്കിക്കടാ, പോസിറ്റീവ് ആണ്, പിന്നെ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. സോ ഇതായിരിക്കും ഗ്രാഫ് വരണ്ടേ. നിങ്ങൾ നോക്കുക, അവർ കൃത്യം പറഞ്ഞിട്ട് ഇനിഷ്യലി പാർട്ടിക്കിൾ ഈസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ വെലോസിറ്റി ആദ്യം എന്താണ്? പോസിറ്റീവ് ആണ്, പിന്നെ അത് കുറയുകയാണ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. സോ ഓപ്ഷൻ വൈ ആണ് അവിടെ ആൻസർ വരേണ്ടത്. അത് സി ആണ്. സിയിലാണ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നീറ്റിനും IIT-ക്കൊക്കെ ഇങ്ങനെ WXYZ എന്ന് കൊടുത്തിട്ട് ABCD മാറ്റിയൊക്കെ തരും. അപ്പൊ അത് കൃത്യമായി ശ്രദ്ധിച്ചോണം. ഇവിടെ ഗ്രാഫ് തുടങ്ങുന്നത് പോസിറ്റീവിൽ നിന്നാണ്, പിന്നെ അത് കുറഞ്ഞ് 0 ആവും, പിന്നെയാണ് നെഗറ്റീവ് ആവുന്നത്. സോ അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യാം. ഇതിന്റെ ഇനിഷ്യൽ ഭാഗം കാണിക്കുന്ന
ഈ ഗ്രാഫാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള, അതാണ് ഞാൻ മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. സോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. Which of the following velocity time graph represent uniform motion? In uniform motion, velocity is a constant. So ഇതായിരിക്കും അവിടെ ആൻസർ വരിക, ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെലോസിറ്റി ടൈം കർവ് ഫോർ എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഈസ്. നമുക്ക് വേണ്ടത് വെലോസിറ്റി ടൈം കർവ് ആണ്. വെർട്ടിക്കലി അപ്വേർഡ് ആകുമ്പോൾ അവിടെ ആക്സിലറേഷൻ വരുന്നത് എന്താണ്? നമുക്കറിയാം -g ആണ്. സോ സ്വാഭാവികമായും അവിടെ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബിക്കോസ് ഇതൊരു യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ ഓക്കെ, ഈ കേസിലാണെങ്കിൽ അപ്വേർഡ് ആയതുകൊണ്ട് ഡീസിലറേറ്റഡ് മോഷൻ ആണ്. എന്തായാലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആയ കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബിക്കോസ് പരാബോള സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക്. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു v - u. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം ദി റെസ്റ്റ്. ഇറ്റ്സ് ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഈസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. സ്റ്റാർട്ട് ഫ്രം ദി റെസ്റ്റ് ആണ്. ദ മാക്സിമം സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ നമുക്കറിയാം v - u is equal to a into t ആണ്. ഇവിടെ u എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ബിക്കോസ് സ്റ്റാർട്ട് ഫ്രം ദി റെസ്റ്റ് ആണ്. അപ്പൊ v equal to a into t ആണ്. ഇവിടെ u 0 ആണ് അല്ലെ? u equal to 0 ആണ്. അപ്പൊ ഈ ടേം പോയി. v equal to a into t ആണ്. ഇവിടെ നമുക്ക് വേണ്ട ഈ v അഥവാ ഫൈനൽ വെലോസിറ്റി തന്നെയാണ്. ബിക്കോസ് അതാണ് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ആക്സിലറേഷൻ ആണ്, വെലോസിറ്റി കൂടി മാക്സിമം ആവും. ഓക്കെ, സോ അപ്പം നമുക്ക് വേണ്ടത് ആക്ച്വലി ഈ വെലോസിറ്റി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എ ടി ആണ്. അവിടെ നമുക്ക് എന്തെടുത്താൽ മതി? ഏരിയ എടുത്താൽ മതി. ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? a ഇൻറ്റു ടി കിട്ടും. അപ്പോൾ ഈ ഒരു കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഇത് ആക്ച്വലി ഒരു ട്രയാങ്കിൾ അല്ലേടാ? ഇത് 10, ഇത് 11 അല്ലേ? സോ ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതാണ് ഏരിയ അഥവാ a ഇൻറ്റു ടി എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 11 ഇൻറ്റു 10. ഓക്കെ, സോ 5 ഇൻറ്റു 11 ദാറ്റ്സ് ഈക്വൽ ടു 55 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക്. ഫോർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഷോൺ ഇൻ ദി ഫിഗർ ബിലോ, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡി ഇൻ ലാസ്റ്റ് 2 seconds. ലാസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 5ഉം കഴിഞ്ഞുള്ള അല്ലെ? 5ന്റെ 6ന്റെ ഇടയ്ക്കുള്ള ഒരു സെക്കൻഡും 6ന്റെ 7ന്റെ ഇടയ്ക്കുള്ള. ഓക്കെ, സോ ഈ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന്റെ ഫ്രാക്ഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ? 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ എന്തായിരിക്കുമെന്ന്. അതായത് അവസാന 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. ഏരിയ എടുത്താൽ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇവിടെ സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് സ്പീഡാണ്. സ്പീഡ് ഇൻറ്റു ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അതായത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് y ആക്സിസും x ആക്സിസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏരിയ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഞാൻ ഈ നീലയിൽ മാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് അവിടുത്തെ 2 സെക്കൻഡിലുള്ള ഏരിയ. ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 സെക്കൻഡിലുള്ള ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ എന്ത് കിട്ടും? ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ ആണോ? സോ അവസാന 2 സെക്കൻഡിലെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ആയ 2 ഇൻറ്റു ഹൈറ്റ് h ആയ 10 ആണ്. ബിക്കോസ് അതൊരു ട്രയാങ്കിൾ ആണ് അല്ലേടാ? സോ അപ്പം അത് ഈ വാല്യൂ വരും. ഹാഫ് ഇൻറ്റു ബേസ് 2 ആണ്, ഹൈറ്റ് 10 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ആണ് അല്ലേ? ബിക്കോസ് അതൊരു ട്രപ്പീസിയം ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ഹാഫ് h ഹൈറ്റ് വേണം അവിടെ അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ട്രപ്പീസിയം ഇതാണ് ആളല്ലേ? നോക്കിക്കടാ, ഇതാണ് ട്രപ്പീസിയം. 2 പാരലൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് തമ്മിലുള്ള ദൂരമാണ് ഹൈറ്റ് h എന്ന് പറയുന്നത്. ഇത് പാരലൽ ആയിട്ടുള്ള 2 ആൾക്കാരാണ് എയും ബിയും എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? 2 പാരലൽ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു a പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഇതാണ്, ഈ ദൂരം. അതെന്ന് പറയുന്നത് ആക്ച്വലി 5ന്റെ 3ന്റെ ഇടയ്ക്കുള്ള 2 ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇതാണ്.
അത് 7 മൈനസ് 1 ആണ്. ആക്ച്വലി എത്രയാ 6 ആണ് അല്ലേടാ? കാര്യം 1 2 3 4 5 6 6 അതിന്റെ വാല്യൂ. താഴത്തെ ബേസ് എന്ന് പറയുന്ന എ പ്ലസ് ബി ആണ്. താഴത്തെ എന്ന് പറയുന്നത് എത്രയാണ്? 6 മുകളിലത്തെ 2 ആണ്. സോ 6 പ്ലസ് 2 8 വരും എ പ്ലസ് ബി. സോ ദിസ് ഈസ് ദ വാല്യൂ. ഹാഫ് കട്ട് ചെയ്ത് പോവും. 20 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം 1/4 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫ്രാക്ഷൻ 1/4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. Total displacement of the object during the time interval when there is non-zero acceleration and retardation. അതായത് അവിടെ ആക്സിലറേഷൻ ഉള്ള സമയമാണ് അവർക്ക് വേണ്ടത്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ ആക്സിലറേഷൻ ഉണ്ടായിരിക്കണം. നോൺ സീറോ ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഉണ്ടാവണം. അതായത് അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെയും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ആക്ച്വലി ഈ 2 പോയിന്റിലാണ് ആണോ? അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിലെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതിന് അണ്ടറിലുള്ള ഈ ഏരിയ. ഓക്കെ അല്ലടാ? അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഏരിയ എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അതിനൊരു ട്രയാങ്കിൾ നമുക്കൊരു റെക്ടാങ്കിളുമായിട്ട് മാറ്റാം. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഞാൻ A1 എന്നും ഇതിനെ ഞാൻ A2 എന്നും വിളിക്കാം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 ആണ്. നോക്കിക്കോണേടാ, A1 എങ്ങനെയാ? നിങ്ങൾക്കറിയാം, താഴെ എന്ന് പറയുന്നത് 40 മൈനസ് 20 ആണ്. 40 മൈനസ് 20 20 ആണ്. 19 20 അല്ലെ? 20 ഇൻറ്റു അതിന്റെ വാല്യൂ, ഇങ്ങോട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 20 ഇൻറ്റു 1 പ്ലസ് അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്ലസ് അടുത്തെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് A2 എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്ത് അതേ 20 തന്നെയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 1ഉം ഈ 4ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. 4 മൈനസ് 1 3 ആണ്. ഓക്കെ, സോ ഇതാണ് വാല്യൂ. 20 പ്ലസ് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 30 എന്ന് കിട്ടും. സോ ദി വാല്യൂ ഇസ് 50 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 50 മീറ്റർ. ഓക്കെ അല്ലേ?